ത്രിയേക ദൈവത്തിന് സ്തുതി. ഓയൂർ സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സുഹൃത വചനം നോമ്പ് ധ്യാന ചിന്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പഴയ നിയമ പുസ്തകമായ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ്. ഏവർക്കും സുപരിചിതമായ വചനങ്ങളാണ് ഇത്. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ള പ്രവാചകനോടുള്ള ചോദ്യം ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമ പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം. ദർശനത്തിലൂടെ പ്രവാചകൻ ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഈ പുസ്തകത്തിലൂടെ എനിക്കും നിങ്ങൾക്കും കാണുവാനായിട്ട് സാധിക്കും. ബെൻ ഹിനോം എന്ന് പറയുന്ന താഴ്വരയിൽ പ്രവാചകൻ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദർശനം, അതായത് ഉണങ്ങിയ അസ്ഥികളുടെ ഇടയിൽ പ്രവാചകൻ നിൽക്കുമ്പോൾ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ള ചോദ്യം ദൈവം പ്രവാചകനോട് ഉന്നയിക്കുകയാണ്. യെഹെസ്കേൽ പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പുസ്തകത്തെ ധ്യാനിക്കുവാനും പഠിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. ബാബേൽ പ്രവാസത്തിലേക്ക് കടന്നുപോയ പ്രവാചകനാണ് യെഹെസ്കേൽ എന്ന് കാണുവാൻ സാധിക്കും. BC 597 യെഹെസ്കേലിനെ ബാബേൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനും 9 വർഷങ്ങൾ മുൻപാണ് ദാനിയേലിനെ കൊണ്ടുപോകുന്നത്. ദാനിയേലും യെഹെസ്കേലും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ് എങ്കിലും പ്രവചനത്തിന് വളരെ വ്യത്യസ്തത കാണുവാനായിട്ട് സാധിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, ദാനിയേലിന്റെ പ്രവചനം കൊട്ടാരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എങ്കിൽ യെഹെസ്കേലിന്റെ പ്രവചനം ജനത്തിന്റെ ഇടയിലാണ് എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ഭാഗത്ത് നിന്ന് പ്രധാനമായ 3 ചിന്തകൾ പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 1 വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതായത് ദൈവത്തിന്റെ കൈ കൂടെ ഉണ്ടായിരുന്ന പ്രവാചകൻ, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ പ്രവാചകൻ, പക്ഷെ നിൽക്കുന്നതാകട്ടെ ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ ആണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇത് നൽകുന്നൊരു പ്രത്യാശയുണ്ട്. ദൈവം മരിച്ചുപോയ ശൂന്യാവസ്ഥയെ പോലും പുതുക്കുവാൻ കഴിയുന്ന ദൈവമാണ് എന്ന് എനിക്ക് നിങ്ങൾക്കും ഈ ഭാഗം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. വരണ്ട അസ്ഥികളുടെ താഴ്വരയിൽ നിൽക്കുന്ന പ്രവാചകൻ, ദൈവത്തിന്റെ കൈയുള്ള പ്രവാചകൻ, ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ പ്രവാചകൻ, അവന്റെ വിശ്വാസത്തിന്റെ തീഷ്ണതയെ പുതുക്കുവാനായിട്ട് വലിയവനായ ദൈവം അവിടെ ശ്രമിക്കുകയാണ്. ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളുടെ നടുവിൽ നിന്നാലും വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഹൃദ്യമായിട്ട് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മരിച്ചുപോയ ശൂന്യാവസ്ഥയെ പോലും പുതുക്കി പുതുജീവൻ നൽകുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ എനിക്ക് നിങ്ങൾക്കും ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രമല്ല, പ്രവാചകനെ അത് കൃത്യമായി വലിയവനായ ദൈവം ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ട് കാണുവാനും എനിക്ക് നിങ്ങൾക്കും സാധിക്കും. രണ്ടാമത്തെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരിടത്താണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രവാചകൻ നിൽക്കുന്നത്. അതിന്റെ 4 വാക്യം വായിക്കുമ്പോൾ, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവരോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ഉണങ്ങിയ അസ്ഥികളോട് പറയുവാനായിട്ടുള്ള ഒരു വലിയ ചിന്ത അവിടെ നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇത് നൽകുന്നൊരു ശുഭപ്രതീക്ഷയുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ധാരാളം ആളുകളെ എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പ്രവാചകനോട് പറയുന്നത്, ജീവിതത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടങ്ങളിൽ, പ്രതീക്ഷയില്ലാത്ത ഇടങ്ങളിൽ ദൈവവചനം അവരോട് പറയുവാനായിട്ടാണ് പ്രവാചകനോട് പറയുന്നത്. പ്രിയമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഇത് ശ്രദ്ധിക്കുന്ന ഏവരുമേ, ജീവിതത്തിന്റെ ദുഃഖങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ എന്നെയും നിങ്ങളെയും ഉത്തേജിപ്പിക്കുന്ന, ജീവിതത്തിന് പുതിയ കരുത്ത് നൽകുന്ന ദൈവവചനത്തെ വായിക്കുവാനും പഠിക്കുവാനും ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ജീവിതത്തിന്റെ അന്ത്യം വരെയും ദൈവവചനത്തിൽ ഊന്നിക്കൊണ്ട് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രതീക്ഷകളുടെ മേൽ പുത്തൻ വെളിച്ചം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ ഭാഗത്ത് നിന്ന് എനിക്ക് നിങ്ങൾക്കും കാണുവാനായിട്ട് സാധിക്കും. ഈ നോമ്പ് കാലത്ത് ഈ ഭാഗം നൽകുന്ന 3ാമത്തെ ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഈ ഭാഗത്തിന്റെ അവസാന ഭാഗത്ത് കാണുവാൻ സാധിക്കും. അത് ഇപ്രകാരമാണ്: ആത്മീയ പുനരുജ്ജീവനത്തിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ അതിയായ ആഗ്രഹം. ഞാനും നിങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ആത്മീയമായി താണവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ഒരു പുനരുജ്ജീവനം ആവശ്യമാണ് എന്നുള്ള കാര്യം കൃത്യമായി ഈ ഭാഗം വളരെ വ്യക്തമായി വരച്ചു കാട്ടുകയാണ്. ഞാനും നിങ്ങളും ഇങ്ങനെ അങ്ങ് നിന്നാൽ പോരാ, ജീവിതത്തിൽ ഒരു പുതുക്കം ഉണ്ടാകണം, ആത്മീയമായ ചൈതന്യം ഉണ്ടാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യഹൂദയുടെ വീണ്ടെടുപ്പാണ് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത് എങ്കിലും ഇവിടെ നിൽക്കുന്ന ആ പ്രവാചകൻ നിൽക്കുന്ന സ്ഥലത്ത് ഉള്ള അസ്ഥികളെ കുറിച്ച് അതിന്റെ 8, 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായി കാണുവാൻ സാധിക്കും. ഈ അസ്ഥികളിൽ മജ്ജയും മാംസവും ഞരമ്പും ഒക്കെ വരികയാണ്. ഇവ തമ്മിൽ വേർപെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. പക്ഷേ പ്രവാചകൻ അവിടെ കൃത്യമായി പറയുന്നുണ്ട്, അവയ്ക്ക് എന്തില്ല, ശ്വാസമില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ദൈവം പ്രവാചകനോട് പറയുന്ന ഒരു ചിന്തയുണ്ട്, നീ എന്ത് ചെയ്യണം? ശ്വാസമേ, അല്ലെങ്കിൽ കാറ്റിനോട് പ്രവചിച്ചു പറയുവാനാണ് പറയുന്നത്. ശ്വാസമേ 4 ഭാഗങ്ങളിൽ നിന്നും അവിടേക്ക് വീശുവാൻ അതിന്റെ 8, 9 വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്രകാരം ശ്വാസം അതിലേക്ക് വരികയും അതൊരു സൈന്യമായിട്ട് ഈ അസ്ഥികൾ മാറുന്ന ഒരു ചിന്ത അവിടെ എനിക്ക് നിങ്ങൾക്കും കാണുവാനായിട്ട് സാധിക്കും. ഇത് നൽകുന്ന ഒരു പാഠമുണ്ട്. കാറ്റ് എന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. പ്രിയമുള്ള വിശ്വാസ സമൂഹമേ, ഇത് കേൾക്കുന്ന ഏവരുമേ, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, ഇല്ലായ്മയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഞാനും നിങ്ങളുമൊക്കെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവിക ഐക്യതയിലേക്ക് വളർന്നു വന്ന് ഒരു പുനരുജ്ജീവനത്തിലേക്ക് ഞാനും നിങ്ങളും മാറേണ്ടത് ഇന്നിന്റെ ആവശ്യകതയാണ്. ഒരു രൂപാന്തരം ഉണ്ടാകേണ്ടത് ഇന്നിന്റെ ആവശ്യകതയാണ്. അവിടെ അവർ വലിയൊരു സൈന്യമായിട്ട് മാറുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ആത്മീയ പുതുക്കമുണ്ടായി ഇന്ന് വരെ ഉണ്ടായിരുന്ന നമ്മുടെ ജീവിതത്തിലെ ശൈലികളെയൊക്കെ മാറ്റിവെച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് ഉയർന്നു വരുവാൻ, ഒരു പുതിയ ചിന്താഗതിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുവാൻ, ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് വളരുവാൻ, ആത്മീയ പുനരുജ്ജീവനത്തിലേക്ക് വരുവാൻ ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കും നിത്യതയുടെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ നോമ്പ് 50 ദിവസം കൊണ്ട് തീരുന്നതല്ല, മറിച്ച് ജീവിതത്തിന്റെ അവസാനം വരെ ആത്മീയ പുനരുജ്ജീവനത്തിലൂടെ ഉയർന്നു വരുവാൻ, നിത്യതയെ നോക്കിക്കാണുവാൻ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം ആ രക്ഷകനോട് ചേർന്ന് നിൽക്കുവാൻ. ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. ഇനി ഒരവസരം എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ യഥാവിധത്തിൽ ദൈവത്തോട് ചേർന്ന് എന്ന് രൂപാന്തരപ്പെട്ട് ആ രക്ഷിതാവിനോടൊപ്പം ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിലായിരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ള ചോദ്യം പ്രവാചകനോട് ചോദിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 ചിന്തകളാണ് അവിടെ നിന്ന് കണ്ടത്. ഒന്ന്, വിശ്വാസത്തിൽ ഉറങ്ങണം. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾ വിശ്വസിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 2, പ്രതീക്ഷയില്ലാത്തിടങ്ങളിൽ ദൈവവചനം നൽകുന്ന ഒരു ആത്മചൈതന്യം. ഞാനും നിങ്ങളും കൃത്യമായി ബൈബിൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ആഴത്തിൽ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ എന്റെയും നിങ്ങളുടെ ജീവിതത്തിന്റെ പുതുക്കത്തിന് അത് കാരണമായി തീരും. 3ാമത്തെ ചിന്ത, ഇങ്ങനെ അങ്ങ് പോയാൽ പോരാ, ഒരു ആത്മീയ പുനരുജ്ജീവനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അത്തരത്തിൽ ഒരു പുനരുജ്ജീവനം ഉണ്ടായി ക്രിസ്തുവിനോടൊപ്പം ജീവിതത്തിന്റെ അവസാന കാലത്തിന് ശേഷം, മരണത്തിന് ശേഷം ആ ക്രിസ്തുവിനോടൊപ്പമായിരിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മുടെ ശരീരാത്മദേഹികളെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മുടെ പ്രവർത്തനങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ നോമ്പ് കാലത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.